നമസ്കാരം, ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. വാസ്കോയിൽ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. വാസ്കോയിലെ നേവൽ മ്യൂസിയത്തിനും ഡാബോളിൻ ജംഗ്ഷനും ഇടയിൽ വെച്ച് രാത്രി 9:15 ദാരുണമായ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. പരേതനായ രാജു ഡാനിയലിൻ്റെയും ശ്രീമതി റോസമ്മ രാജു ഡാനിയലിൻ്റെയും മകനായ ആൽബിൻ രാജു ഡാനിയലാണ് മരിച്ചത്. സെന്റ് മേരീസ് ഓർത്തഡോക്സ് വാസ്കോ ഇടവകയിലെ അംഗമാണ് ആൽബിൻ. കാസിനോയിൽ ജോലി ചെയ്തിരുന്ന ആൽബിൻ ജോലി രാജിവെച്ച് പുതിയ കമ്പനിയിൽ ചേരാനിരിക്കുകയായിരുന്നു. 2 ടൂവീലറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ ആൽബിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം മാർഗോ ഹോസ്പിറ്റൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാളെ സാന്തനീസ് സെമിത്തേരിയിൽ സംസ്കാരം നടത്താനാണ് ബന്ധുക്കൾ തീരുമാനിച്ചിരിക്കുന്നത്. അപകടത്തെക്കുറിച്ച് വാസ്കോ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പാഞ്ചിം ബസ് സ്റ്റാൻഡിൽ ദമ്പതികൾക്ക് നേരെ ആക്രമണം. പാഞ്ചിം ബസ് സ്റ്റാൻഡിൽ വാടകയ്ക്കെടുത്ത ബൈക്ക് തിരികെ നൽകാനെത്തിയ ദമ്പതികളോട് 200 രൂപ അധികം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് വാക്കേറ്റമുണ്ടായി. ഇത് സംഘർഷത്തിലേക്ക് വഴിമാറി. ഹൈദരാബാദിലെ കോൺഗ്രസ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്ന് അവകാശപ്പെടുന്ന യുവാവിന് തലയ്ക്ക് പരിക്കേറ്റു. യുവാവിനെ ഗോവ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഗർഭിണിയായ ഭാര്യയ്ക്കും ആക്രമണത്തിൽ പരിക്കേറ്റതായി യുവാവ് പറയുന്നു. മൺസൂൺ അസംബ്ലി സമ്മേളനം ഇന്നലെ അവസാനിച്ചു. 15 ദിവസത്തെ മൺസൂൺ അസംബ്ലി സമ്മേളനം ഇന്നലെ അവസാനിച്ചു. വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും നിരവധി ബില്ലുകൾ പാസാക്കുകയും ജനങ്ങൾക്കായി പല പരിഷ്കാരങ്ങളും കൊണ്ടുവരികയും ചെയ്തതായി മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് പറഞ്ഞു. മോപ്പ ഡ്രൈവർക്കും ഊബർ മാനേജ്മെന്റിനുമെതിരെ എഫ്ഐആർ. ഗോവയിലെ ആവശ്യമായ സംസ്ഥാന അനുമതികളില്ലാതെ പ്രവർത്തിച്ചതിന് ഗതാഗത വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ പരാതിയെ തുടർന്ന് മോപ്പ എയർപോർട്ട് പോലീസ് ഡ്രൈവർ ദേവേന്ദ്ര സദർദേക്കർക്കും ഊബർ മാനേജ്മെന്റിനുമെതിരെ എഫ്ഐആർ ഫയൽ ചെയ്തു. ഇത് യാത്രക്കാർക്ക് സുരക്ഷാ ഭീഷണി ഉയർത്തുന്നതായി ആരോപണം. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിന്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.